ഇന്നലെ നീ ചെറുപ്പമായിരുന്നു, ഇന്ന് നീ എന്നെപ്പോലെ ആയിരിക്കുന്നു. നാളെ നിന്റെ കാര്യം ഓർക്കുമ്പോൾ മറ്റൊന്ന് ഞാൻ ഉണ്ടാവില്ലല്ലോ. ഒരു ചെടിക്ക് വളമിട്ട് വെള്ളമൊഴിച്ചു അതിനെ വളർത്തി വലുതാക്കി. പിന്നീടതിൽ മൊട്ട് വരും. ആ മൊട്ട് പിന്നെ വിരിയും. വിരിഞ്ഞ് നല്ല പൂവാവും. അത് കഴിഞ്ഞാൽ അത് വാടി കരിഞ്ഞ് തൊലി ചുളിഞ്ഞ് പിന്നെ മൂട്ടിൽ പൊഴിഞ്ഞു കിടക്കും. അതുപോലല്ലേ മനുഷ്യജീവിതവും. ഇന്ന് നിന്നെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. നാളെ ഞാൻ ഇല്ലാണ്ടാകുമ്പോൾ നിന്റെ കാര്യം ഓർത്ത് ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. അതിലുപരി നീ സന്തോഷത്തോടെ ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സ്വന്തം കാലിൽ നിൽക്കുക എന്നത് ഒരു വലിയൊരു സ്വപ്നവും സ്വന്തമായിട്ടുണ്ടായ ഒരു തീരുമാനവുമാണ്. ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവൻ അവൻ ആര് തന്നെ ആയാലും ജീവിക്കാൻ കഴിവുള്ളവനാണ്. പിന്നെ പോകുന്ന വഴിയിൽ കാല് തട്ടി വീണാലും നമുക്കെന്താണാവോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചിരിക്കും. അത് സ്വാഭാവികം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കൊള്ളും. പിന്നെ നമ്മൾ സ്വയം അസൂയപ്പെടേണ്ടതില്ല. നമ്മുടെ ബന്ധുക്കളും അയൽപക്കക്കാരും അസൂയപ്പെട്ടേക്കാം. അവരുടെ ജോലി അതാണല്ലോ. മറ്റുള്ളവരെ ചികഞ്ഞു ജീവിക്കുക എന്നതും അവരോട് കറുപ്പിച്ച് കാണിക്കുക എന്നതും അവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനും അതാണ് അവരുടെ ജോലി.